എന്താ തിരുമേനി ഇത്? പ്രസാദത്തിന് വേണ്ടി വിശ്വാസികൾ വന്ന് കാത്തു നിൽക്കുന്ന കണ്ടില്ലേ? ക്ഷേത്രം മേലധികാരിയായ നമുക്കും പ്രസാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടോ? ക്ഷമിക്കണം അധികാരി അദ്ദേഹം. നമുക്ക് ദേവീക്ഷേത്രത്തിലും ഉപദേവതാ സ്ഥാനത്തും പൂജ കഴിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടിയാ പോയത്. അധികാരി അദ്ദേഹം, ഇന്ന് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷാൽ പുണ്യദിനമാണ്. ഭഗവാന് 5000 ധാര കടിക്കേണ്ട അപൂർവ പുണ്യദിനം. ധാരയ്ക്കുള്ള ശുദ്ധജലം ഏർപ്പാടാക്കണം. ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലാണോ മേലധികാരി അറിയിക്കുന്നത്? ഇന്ന് 5000 ധാര കഴിക്കേണ്ട വിശേഷ ദിവസമാണെന്ന് ഗുണാളനും അറിയാം, വളർമതിക്കും അറിയാം. അവർക്കറിയാവുന്ന ഏത് വസ്തുതകളും മേലധികാരിയും അറിയുമല്ലോ. ഞങ്ങൾ അങ്ങുന്നതിനോട് പറഞ്ഞു, അങ്ങുന്ന് അറിയുകയും ചെയ്തു. എന്നാലും മേലധികാരിയുടെ കാര്യാലയത്തിൽ മേൽശാന്തി നേരിട്ട് ചെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കേണ്ടതാണ്. അതല്ലേ കീഴ്വഴക്കം. ക്ഷേത്രത്തിലെ ന്യായമായ കീഴ്വഴക്കങ്ങളൊന്നും നാമായിട്ട് തെറ്റിക്കില്ല. എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ആരാ ഈ എല്ലാവരും? തിരുമേനി മേലധികാരി അങ്ങുന്നതിനെയും എന്നെയൊക്കെ കൊള്ളിച്ചാണല്ലോ സംസാരിക്കുന്നത്. നമ്മെ കൊള്ളിച്ച് സംസാരിക്കുന്നവൻ ആരായാലും അവനെ നാം കൊള്ളിവെച്ചിരിക്കും. നമുക്കെതിരെ സംസാരിക്കുന്ന നാവിനെ പിഴുതെടുത്ത ചരിത്രമേ നമുക്കുള്ളൂ. അധികാരി അദ്ദേഹം, വേണ്ട. ഒരു മഹാപുണ്യ ദിവസം ശ്രീകോവിലിന്റെ മുമ്പിൽ അപശബ്ദം പാടില്ല. ധാരയ്ക്കുള്ള വെള്ളം എത്തിക്കാൻ ഏർപ്പാടാക്കുക. ധാരയ്ക്കുള്ള വെള്ളം മീനാക്ഷി കോരി നിറച്ചെത്തിച്ചിരിക്കും. 1-2 കുടം ജലം മതിയാവില്ല. ജലം കോരിയെത്തിക്കാൻ കുറഞ്ഞത് 10 പണിക്കാരെങ്കിലും വേണ്ടിവരും. മീനാക്ഷിയെ സഹായിക്കാൻ ആരൊക്കെയാ ഉള്ളത്? സഹായികൾ ആരുമില്ല. മീനാക്ഷി ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് മേലധികാരിയുടെ കൽപ്പന. 5000 ധാരയ്ക്കുള്ള ജലം മീനാക്ഷി ഒറ്റയ്ക്ക് കോരണമെന്നോ? ഇത് ക്രൂരതയാണ്, അധികാര ദുർവിനിയോഗമാണ്. നിർത്തുക. അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നാം തീരുമാനിക്കും. മേൽശാന്തിയുടെ പ്രവൃത്തി വിധിപ്രകാരം ധാര ചെയ്യുക എന്നുള്ളതാണ്. ശുദ്ധജലം എത്ര പേര് കോരുന്നു, എത്ര പേര് എത്തിക്കുന്നു എന്ന് മേൽശാന്തി ചിന്തിക്കേണ്ട വിഷയമല്ല. പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. ഭഗവാനെ തൃക്കടയൂരപ്പ, ഈ അനീതിക്ക് നീ തന്നെ പരിഹാരമുണ്ടാക്കിയാലും. ശംഭോ മഹാദേവ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അതെ, ക്ഷേത്രത്തിൽ ഒരു മഹോത്സവം നടക്കാൻ പോവുകയാണ്. സംവത്സരങ്ങൾക്ക് മുമ്പ് തൃക്കടയൂരപ്പനെ പ്രതിഷ്ഠിച്ച ദിനം ഇന്നാണെന്ന് താളിയോല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം ഇന്നാണ്. അപ്പോ ഇന്ന് മഹാപുണ്യദിനമാണല്ലോ. അതെ, ചുറ്റമ്പലം മുഴുവൻ കഴുകി വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ഭഗവാന് 5000 ധാര അഭിഷേകവും ഉണ്ടാവും. ഭഗവാനെ ശിവധാര കണ്ട് തൊഴുത് സായുജ്യ അടയാലോ. പ്രതിഷ്ഠാ ദിനത്തിലെ ധാര കണ്ട് തൊഴാനുള്ള അപൂർവ ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടായല്ലോ. ചുറ്റമ്പലം വൃത്തിയാക്കുന്നതും 5000 ധാരയ്ക്കുള്ള വെള്ളം കോരുന്നതും മീനാക്ഷി ഒറ്റയ്ക്കായിരിക്കണം. ഭസ്മം വിൽക്കുന്നതിന് കരമൊടുക്കാമെന്നും അടിച്ചു തെളിയും വെള്ളം കോരലുമെല്ലാം ചെയ്തോളാമെന്നും മീനാക്ഷി നമ്മോട് സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. സമ്മതിച്ചു എന്നത് ശരിയാണ്. പക്ഷേ വളരെയേറെ വിസ്തൃതിയുള്ള ചുറ്റമ്പല. മീനാക്ഷി ഒറ്റയ്ക്ക് കഴുകി വൃത്തിയാക്കുക, അത് കഴിഞ്ഞ് 5000 ധാരയ്ക്കുള്ള വെള്ളവും ഒറ്റയ്ക്ക് കോരാനോ?
അത് നടക്കുന്ന കാര്യമല്ലല്ലോ അങ്ങനെ. അത് പറയാൻ നിങ്ങളാരാ? അന്യനാട്ടിൽ നിന്ന് ഒരു ഗതിയുമില്ലാതെ വന്ന് ക്ഷേത്രത്തിൽ കുടിയേറി ഭസ്മം വിറ്റ് നക്കാപ്പിച്ച കൊണ്ട് ജീവിക്കുന്ന ഒരു പരമദരിദ്രയായ സ്ത്രീ മാത്രം. മഹാരാജാവ് സർവാധികാരങ്ങളും നൽകി ക്ഷേത്രഭരണത്തിന് അയച്ചിരിക്കുന്ന മേലധികാരിയാണ് നാം. അതായത് സർവാധികാരി. ക്ഷേത്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന പരീക്ഷക്കൂട്ടങ്ങൾ നാം പറയുന്നത് അനുസരിക്കണം. അസാധ്യമായത് ചെയ്യണമെന്ന് ശഠിക്കുന്നത് അനീതിയാണ് അങ്ങനെ. എന്ത് അധിക പ്രസംഗം പറയുന്നു? അയ്യോ വേണ്ട, ഇനി ഈ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്നെ ഏൽപ്പിച്ച പണികളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഈ അനുസരണശീലം എല്ലാവർക്കും ഉണ്ടായാൽ നന്നു. ആ, ചുറ്റമ്പലം വൃത്തിയാക്കൽ നടക്കട്ടെ. മീനാക്ഷി, നീ എന്ത് കരുതിയിട്ടാ അങ്ങനെ സമ്മതിച്ചത്? ചുറ്റമ്പലം കഴുകി വൃത്തിയാക്കാൻ പോലും നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. 5000 ധാരയ്ക്ക് 1 or 2 പാത്രം വെള്ളം മതിയോ കുട്ടി? നല്ല ഭംഗിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയല്ലോ. അയ്യോ മീനാക്ഷി, ദേ ഞാൻ നിന്ന സ്ഥലം വീണ്ടും അഴുക്കായി. ഒന്ന് തുടച്ചേക്കണേ. ഈ ക്ഷേത്രത്തിലെ ചുറ്റമ്പലം മുഴുവൻ കഴുകി വൃത്തിയാക്കാൻ 10 പേര് വിചാരിച്ചാ പോലും നടക്കില്ല. ആ സ്ഥിതിക്ക് ഈ പണി ഒറ്റയ്ക്ക് ചെയ്യാൻ മീനാക്ഷി ഏൽപ്പിച്ചത് കഷ്ടമല്ലേ? ഭഗവാന്റെ ആലയങ്ങൾ കഴുകി വൃത്തിയാക്കുന്നത് കഷ്ടമല്ല, പുണ്യമാണ്. 10 പേർ ഈ പണി ചെയ്യുമ്പോൾ പുണ്യം 10 പേർക്കായിട്ട് വീതിച്ചു പോയില്ലേ? ഒറ്റയ്ക്ക് ചെയ്ത എല്ലാ പുണ്യവും എനിക്ക് മാത്രം കിട്ടുമല്ലോ. എങ്കിൽ പിന്നെ കുറച്ച് പുണ്യം എനിക്കും കൂടെ വേണം. കുറച്ച് ഭാഗം ഞാനിവിടെ കഴുകി വൃത്തിയാക്കാം. പാടില്ല. മീനാക്ഷി ഒറ്റയ്ക്ക് നിലം തുടക്കണമെന്നുള്ളത് മേലധികാരിയായ നമ്മുടെ കൽപ്പനയാണ്. വളർമതി നിലം തുടക്കുന്നത് കൽപ്പന ലംഘനമാണ്, അല്ലേ ഗുണാണൻ? അതെ, പുതിയ മേലധികാരി അങ്ങുന്നതിന്റെ കൽപ്പന കല്ലേ പിളർക്കുമെന്ന് എല്ലാരും ഒന്ന് അറിയട്ടെ. ക്ഷേത്ര മേലധികാരിയായാൽ ഇങ്ങനെ വേണം. ഇപ്പോഴാണ് തൃക്കടയൂർ ക്ഷേത്രത്തിന് നാഥനും നമ്പിയും ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയത്. പെട്ടെന്ന് നിലം കഴുകി തീർക്കുക. അത് കഴിഞ്ഞ് 5000 ധാരയ്ക്കുള്ള ശുദ്ധജലം കോരി നിറക്കണം. പെട്ടെന്നാവട്ടെ. വരൂ. ഓ, ഇതുപോലുള്ള അതികഠിനവും സമകരവുമായ പ്രവർത്തികൾ നൽകുമ്പോ മീനാക്ഷിയും സംഘവും താനേ ഒഴിഞ്ഞു പോയിക്കൊള്ളും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോഴാണ് മീനാക്ഷിക്ക് വളർമതിയുടെ സഹായഹസ്തം.
അയ്യോ എന്റെ പൊന്നങ്ങുനെ, മീനാക്ഷി സംഘവും ക്ഷേത്രത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നതിൽ അങ്ങുനേക്കാൾ വലിയ നിർബന്ധമുള്ളവളായി വളർമതി. ഞാൻ കൂടി സഹായിക്കാവന്നേ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ലേ അങ്ങുനെ. ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയാം. ചുറ്റമ്പലം പകുതി പോലും കഴുകി തീർക്കുന്നതിന് മുമ്പ് മീനാക്ഷി ബോധം കെട്ട് വീഴും. കൽപ്പന ലംഘിച്ചു എന്ന കാരണം പറഞ്ഞ് അധികാരി അങ്ങുന്നിന് മീനാക്ഷിയെ പുറത്താക്കുകയും ചെയ്യാം. അങ്ങുന്നിന് ശകുനിയുടെ ബുദ്ധിയാണ് അങ്ങുന്നേ. ചുറ്റമ്പലം മുഴുവൻ വൃത്തിയാക്കാൻ കഴിഞ്ഞു. തൃക്കടയൂരപ്പ, ഇത്രയും പണി ഒറ്റയ്ക്ക് പൂർത്തിയാക്കാൻ പ്രാപ്തി നൽകിയ അങ്ങേക്ക് നന്ദി. ചുറ്റമ്പലം മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞോ? അതായിരുന്നില്ലേ അങ്ങന്റെ കൽപ്പന? അതെ. എന്നിട്ട് മീനാക്ഷിക്ക് ക്ഷീണവും തളർച്ചയും തലയുറ്റലും ഒന്നും അനുഭവപ്പെടുന്നില്ലേ? ഇല്ല, ഒന്നും അനുഭവപ്പെടുന്നില്ല. എന്നാൽ അടുത്ത പ്രവൃത്തി ആരംഭിച്ചോളൂ. ധാരയ്ക്കുള്ള സമയമായി. 5000 ധാരയ്ക്കുള്ള ശുദ്ധജലം കിണറ്റിൽ നിന്നും കോരിക്കോളൂ. ശരി അങ്ങുന്നേ. ഇവൾക്ക് എന്താ അമാനുഷിക ശക്തിയാണ്? ഏത് ശക്തിമൂർത്തിയെയാണ് ഇവൾ വശത്താക്കിയിരിക്കുന്നത്? എന്ത് ശക്തിയായാലും ഇത്രയും പണിയെടുത്ത സ്ഥിതിക്ക് 5000 ധാരയ്ക്കുള്ള വെള്ളം കോരി നിറയ്ക്കാൻ ഇവൾക്ക് കഴിയില്ല. അത് ഉറപ്പാ. ധാര തുടങ്ങുമ്പോഴേക്കും 5000 ധാരയ്ക്കുള്ള ജലശേഖരണം ഉണ്ടായിരിക്കണം. പെട്ടെന്നാവട്ടെ. അങ്ങുന്നേ, ഇവൾ 500 ധാരയ്ക്കുള്ള ജലം തികച്ചു കോരിയെടുക്കുമോ? എവിടെ? 500 പോയിട്ട് 100 ധാരയ്ക്കുള്ള ജലം പോലും കോരിയെടുക്കാൻ പോകുന്നില്ല. അക്കാരണം പറഞ്ഞ് നാം ഇവളെ തല്ലി പുറത്താക്കിയിരിക്കും. നിന്ന് കളിക്കാതെ വേഗം കോരുക. വരിക.
ഇതെന്താ വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് പാത്രങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയില്ലേ? ഉവ്വ്, നന്നായി കഴുകി വൃത്തിയാക്കി. ഇല്ല, കണ്ടില്ലേ പാത്രങ്ങളിൽ അപ്പടി എച്ചിലുണങ്ങി പിടിച്ചിരിക്കുന്നത്. എന്താ ഗുണാളം കാണുന്നില്ലേ? കാണുന്നുണ്ടങ്ങുന്നേ, എല്ലാ പാത്രങ്ങളിലും എച്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. വൃത്തിഹീനമായ ജലം കൊണ്ട് ശിവധാര ചെയ്യുന്നത് കഠിനമായ പാപമാണ്. പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ജലധാര പാപഫലമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ധാര കൊണ്ട് എന്താണ് പ്രയോജനം? അശുദ്ധമായ ജലം ധാരക്കെടുക്കാൻ പാടില്ല, ഒഴുക്കി കളയാ. എന്താ ഈ കാണിക്കുന്നത്? മീനാക്ഷി കഷ്ടപ്പെട്ട് കോരിയെടുത്ത വെള്ളം എന്തിനാ ചരിച്ചു കളഞ്ഞത്? ധാരയ്ക്കുള്ള ജലം ശുദ്ധമായിരിക്കണം, ഒപ്പം ജലപാത്രവും ശുദ്ധമായിരിക്കണം. എച്ചിൽ പാത്രത്തിലെ വെള്ളം ധാരയ്ക്ക് നിഷിദ്ധമാണ്. പാത്രത്തിലെങ്ങാനും ഉച്ചിഷ്ടത്തിന്റെ അംശം ഉണ്ടായിരുന്നോ മീനാക്ഷി? ഇല്ല വള്ളിയമ്മേ, പാത്രങ്ങൾ വെടുപ്പായി തേച്ച് കഴുകിയതാ, ഒരശുദ്ധിയും കാണുന്നില്ല. മുതുക്കിളവിയായ ഇവർക്കോ തിമിരം, ഇവരുടെ കൂടെ നടന്ന് നിനക്കും തിമിരം ബാധിച്ചോ? അമ്മ പൊയ്ക്കോളൂ, പാത്രങ്ങൾ ഒന്നുകൂടി വൃത്തിയാക്കിയ ശേഷം വെള്ളം കോഴി നിറച്ചോളാം. പൊയ്ക്കോളൂ. ഇത് കൊടും ക്രൂരതയാണ്, അനീതിയാണ്. അബലയായ ഒരു പെൺകുട്ടിയെ കുമ്പി പാക നരകയാതന അനുഭവിപ്പിക്കണമെന്ന പ്രതികാര ചിന്തയാണ് അധികാരിക്ക്. അങ്ങനെ നടത്തുന്ന ധാര കൊണ്ട് ഭഗവാന് ചൈതന്യമുണ്ടാകാൻ പോകുന്നില്ല, ക്ഷേത്രത്തിന് മാഹാത്മ്യം ഉണ്ടാവാനും പോകുന്നില്ല. നിർത്ത, സാരോപദേശമൊക്കെ അങ്ങ് വള്ളി മണാളപുരത്ത് പോയി വിളമ്പുക, കരികാലിനോട് വേണ്ട. അങ്ങുന്നേ, പാത്രങ്ങൾ വീണ്ടും കഴുകിക്കോളാം, ധാരയ്ക്ക് വേണ്ട ജലമെല്ലാം കോരിക്കോളാം. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, കുറച്ച് ജലമെങ്കിലും കോരിയെടുത്ത് മീനാക്ഷിയെ സഹായിക്കാൻ എന്നെ അനുവദിക്കണം. ഇല്ല, ഒരു തുള്ളി ജലം പോലും മറ്റാരും കോരാൻ പാടില്ല. ധാരയ്ക്കുള്ള മുഴുവൻ ജലവും മീനാക്ഷി ഒറ്റയ്ക്ക് കോരിയിരിക്കണം. ഈ പരിസരത്തൊന്നും നിങ്ങളെ കണ്ടുപോകരുത്, പോയിക്കോ.
ജലധാരയ്ക്ക് ഇനി എന്തുമാത്രം ജലമോ കോരിയെടുക്കേണ്ടത്. തൃക്കടയൂരപ്പ, അമൃതകടേശ്വര, എന്നിൽ അമൃതം എന്ന ജീവശക്തി പകർന്നു തന്നാലും പാത്രങ്ങളൊക്കെ ജലസമൃദ്ധമാക്കാൻ എന്നെ പ്രാപ്തയാക്കിയാലും എന്നെ പരാജയപ്പെടുത്താതെ ഒപ്പം നിൽക്കണേ ഗംഗാധര.